إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹമെന്നുള്ളത് മരണത്തിനപ്പുറമുള്ള ലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് ചേരുക എന്നതാണ്. ആദ്യ മനുഷ്യനായ ആദമും ഹവ്വയും ജീവിച്ചത് സ്വർഗത്തിലായിരുന്നു. ഇനി തിരിച്ച് ആ സ്വർഗത്തിലേക്ക് എത്തുക എന്നതാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. സ്വർഗം നേടാൻ ഒരൽപ്പം പ്രയാസകരമാണ്. സ്വർഗത്തെയും നരകത്തെയും പടച്ച് ജിബ്രീലിനോട് രണ്ടും പോയി കാണാൻ പറഞ്ഞപ്പോൾ ആദ്യ തവണ ജിബ്രീൽ പറഞ്ഞത് ആരും തന്നെ നരകത്തിൽ പോകില്ലെന്നും എല്ലാവരും സ്വർഗത്തിലാണ് പോവുക എന്നുമായിരുന്നു. നരകത്തിനും സ്വർഗത്തിനും ചുറ്റും ഷഹവാത്തുകളെ കൊണ്ട്, ദേഹേച്ഛകളെ കൊണ്ട് വലയം ചെയ്തപ്പോൾ ജിബ്രീൽ പറഞ്ഞു, സ്വർഗത്തിലേക്ക് ആളുകൾക്ക് പോകാൻ ആഗ്രഹമെങ്കിലും അതിലേക്ക് പോവുക കുറച്ചൊരു ത്യാഗമായിരിക്കുമെന്ന്. നരകത്തിലേക്ക് പോവാതിരിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നതെങ്കിലും ദേഹേച്ഛകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ട നരകത്തിലേക്ക് പോകാനാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നത് എന്ന്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അള്ളാഹു ആണ് റബ്ബ് എന്ന് അംഗീകരിച്ച് അതിൽ ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കുകയാണ് വേണ്ടത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങൾ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞയാളുകൾ പിന്നെ ഉറച്ചു നിന്ന് ആ വിഷയത്തിൽ നിലപാടോടുകൂടി ഉറച്ചു നിന്നയാളുകൾ അവരുടെ മരണത്തിൻ്റെ നേരവും അവരെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതുമൊക്കെ അല്ലാഹു തആല പറഞ്ഞു. വേറെ സ്ഥലത്ത് അല്ലാഹ് ഇങ്ങനെ കൂടി പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഞങ്ങൾ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞ ആളുകൾക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണ്, അവരതിൽ സ്ഥിരവാസികളായിരിക്കുമെന്ന്. എന്നാൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതു സമയത്തും നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഏതു സമയത്തും നമ്മൾ തിന്മകളിലേക്ക് പോകുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത. ചില യുദ്ധങ്ങളിൽ പങ്കെടുത്ത, റോമക്കാർക്കെതിരെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ്റെ ചരിത്രം ഇമാം ഇബ്നു കസീർ റഹ്മഹുമുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായ എന്ന ചരിത്ര പ്രസിദ്ധ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ആ മനുഷ്യൻ റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്ത മനുഷ്യനാണ്.
അയാൾ മുന്നിൽ നിന്ന് പടപൊരുതിയ മനുഷ്യനാണ്. അവസാനം അയാൾ റോമക്കാരിലെ ഒരു പെണ്ണിനെ കണ്ട് അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വമസ്സബീലു ഇലാ വുസൂലി ഇലൈക്കി, പെണ്ണെ നിന്നിലേക്കു ഞാൻ പ്രാപിക്കാൻ പറ്റിയ മാർഗം ഏതാണ് എന്ന്, എനിക്കു നിന്നെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന്. ആ പെണ്ണ്, റോമക്കാരിയായ പെണ്ണ് പറഞ്ഞു, താങ്കൾ ക്രിസ്ത്യാനിയാവുകയാണ് വേണ്ടത് എന്നിലേക്കെത്താൻ. അയാൾ അതിനും റെഡിയായി. അവസാനം അയാൾ പെണ്ണിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത മനുഷ്യൻ അയാൾ ക്രൈസ്തവനായി മാറി. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ അതിലെങ്ങനെ പോകുമ്പോൾ ആ മനുഷ്യനെ കണ്ടു. അവർ ചോദിക്കുന്നുണ്ട്, യാ ഫുലാൻ മാ ഫഅല സ്വലാത്തുക് മാ ഫഅല ഖുർആനുക് മാ ഫഅല അമലുക് വമാ ഫഅല സിയാമുക് വമാ ഫഅല ജിഹാദുക്, എവിടെ നിന്റെ നോമ്പും നിസ്കാരങ്ങളും നിന്റെ ഖുർആൻ ഓത്തുമൊക്കെ എവിടെയെന്നാണ് ആ മനുഷ്യനോട് അവർ ചോദിച്ചത്. ആ മനുഷ്യൻ സങ്കടത്തോടു കൂടി പറഞ്ഞ, അന്നത്തെ വിശ്വാസികളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, യഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നീ നസീതുൽ ഖുർആന കുല്ലഹു, ഖുർആൻ എല്ലാം അറിഞ്ഞിരുന്ന ഞാൻ ഇന്ന് ഖുർആൻ ഒന്നും എനിക്കറിയില്ല, എല്ലാം ഞാൻ മറന്നു. ഒരായത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എനിക്കറിയുന്നത്. റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ, ഈ ആയത്ത് മാത്രമാണ് എനിക്കറിയുന്നത്. റുബമായ വദ്ദുല്ലദീന കഫറു, നിഷേധികളെ മനസ്സെന്നും ആഗ്രഹിക്കും, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിലെന്ന്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യനെന്ന് ഇസ്ലാമിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു, വഖദ് സോറലി ഫീഹിം മാലം വലദ, ഇന്ന് ആ പെണ്ണിൽ എനിക്ക് മക്കളുണ്ടായി, ആ പെണ്ണിൽ എനിക്ക് സമ്പത്തുണ്ടായി, ഇനി എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല എന്നാണ് പറയുന്നത്. ഏതു സമയത്തും മനുഷ്യൻ്റെ മനസ്സ് തെറ്റിപ്പോകാം. സോലിഹുൽ മുഅദ്ദിൻ എന്നൊരു മനുഷ്യനുണ്ട്. 40 വർഷം ബഗ്ദാദിൻ്റെ പള്ളിമിനാരങ്ങളിൽ ബാങ്ക് കൊടുത്ത മനുഷ്യൻ ക്രൈസ്തവനായി മരണപ്പെട്ടു എന്ന് ഷെയ്ഖ് സോലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാൻ പറ്റും. 40 കൊല്ലം പള്ളിമിനാരങ്ങളിൽ ബാങ്ക് കൊടുത്ത് ഏറ്റവും നല്ല മുഅദ്ദിൻ എന്ന് പേരിൽ രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യന് പോലും ദീനിൻ്റെ മാർഗത്തിൽ നിന്ന് തിരിച്ചു നടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, പടച്ചോനെ ഹൃദയങ്ങൾ ഇങ്ങനെ തെറ്റും, ആ ഹൃദയങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തറിയോ, എനിക്കും പേടിയുണ്ട് എന്നതാണ്, എൻ്റെ ഹൃദയം തെറ്റുമോ എന്ന് പേടിയുണ്ട്. വിശ്വാസികളോട് അല്ലാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചോനെ ഹിദായത്ത് തന്നിട്ട് ഞങ്ങളിനി തെറ്റിച്ചു കളയരുതേ എന്ന് പറഞ്ഞു. ഏത് സമയത്തും തെറ്റാ. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന നാട് എന്ന് പറഞ്ഞാൽ, സാഹചര്യം എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ദീനനുസരിച്ച് ജീവിക്കാൻ പാടുപെടേണ്ട ഒരു കാലമാണ്. ദീനനുസരിച്ച് ആരെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ അയാളെ വേഗം താലിബാനിലേക്ക് വണ്ടി കയറ്റുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ദീനനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും സമാനുസ് സുബർ, നിങ്ങൾക്കു ശേഷം ഒരു ക്ഷമയുടെ കാലം വരാനുണ്ട്. ലിൽ മുതമസ്സികി ഫീഹി അജ്റു 50 ശഹീദൻ മിൻകും, നിങ്ങളിൽ അന്ന് ദീനിൽ അടിയുറച്ചു നിൽക്കുന്നയാൾക്ക് 50 ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും. ഒരാൾക്ക് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ 50 ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും. ഏത് സമയത്തും ചെയ്യും തെറ്റുമെന്നാണ്. അന്ന് മുസ്ലിങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാകും. പക്ഷെ മുസ്ലിങ്ങൾ എന്നെന്ത് അറിയോ? മുസ്ലിങ്ങൾക്ക് പാര വെക്കും. യൂശികു അൻ തദാ അലൈക്കുമുൽ ഉമം മിൻ കുല്ലി ഉഫികിൻ കമാ തദാ അൽഅകലതു ഇലാ ഖസ്അതിഹാ, ഭക്ഷണം കിട്ടാതെ വിശന്നിക്കണ ആളെ മുമ്പിൽ ഭക്ഷണം കൊണ്ടേ കൊടുത്താൽ ആക്കറ കാട്ടുന്നത് പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്കെതിരെ ആക്കറ കാട്ടുന്നൊരവസ്ഥ വരും. സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഫീമൻ ഖില്ലതി യൗമഇദിൻ,
അന്ന് ഞങ്ങൾ കുറച്ചാണോ ഉണ്ടാവുക, ഇടങ്ങേറാവുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, നിങ്ങൾ കുറേ ഉണ്ടാകും. വലാകിന്നക്കും ഉസാഉൻ കഉസാഇ സൈലി, നിങ്ങൾ ചണ്ടികളെ പോലെയാകും. നിങ്ങൾ 10 പൈസക്ക് പറ്റാത്ത അവസ്ഥ വരുമെന്നാണ്. നിങ്ങൾക്ക് നിലപാടിൽ ഇരിക്കാൻ പേടിയായിരിക്കും. നിലപാട് പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ കളിയാക്കുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. വയുൻസിഉൽ റുഅബു മിൻ ഖുലൂബി അദുബിക്കും, നിങ്ങൾ ശത്രുക്കൾ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ പേടിക്കുമെന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകും, മരിക്കാൻ നിങ്ങൾക്ക് പേടിയാകും. നിങ്ങൾ പറയും ജീവിച്ചു പോണ്ടേ, ഈ നാട്ടിൽ ജീവിച്ചു പോവണ്ടേ എന്നൊക്കെയാണ്. സുഹൃത്തുക്കളെ, ഞാനിത് ബോധപൂർവം പറഞ്ഞതാണ്. നമ്മളെ നാട്ടിലെ ഈ ഒരു സമയത്ത് നമ്മൾ നിലപാട് സ്വീകരിക്കണം. രാവിലെ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന ഉണ്ട്, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. റളീതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബായിട്ട്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ, അല്ലെങ്കിൽ വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ ഞാൻ റസൂലായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റണം. എന്നാൽ ഇന്ന് ദീനിനേക്കാൾ മറ്റു പലതിനും പ്രാമുഖ്യം കൊടുക്കുകയാണ്. മുസ്ലിമീങ്ങൾ പോലും ന്യായീകരിക്കുകയാണ്. ഒരു ജനാധിപത്യ ചർച്ചയുമില്ലാതെ നാട്ടിൽ നടപ്പാക്കിയ ഒരു ഡാൻസിൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ പോലും മുസ്ലിമീങ്ങളെ കുറ്റം പറയുകയാണ്. ചർച്ചകൾ തുടങ്ങിയപ്പോൾ അന്ന് തന്നെ എതിർപ്പുകൾ പറഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കാതിരിക്കുകയാണ്. വേണ്ടവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നിലപാട് സ്വീകരിച്ചവരെ പുറത്താക്കുന്ന അവസ്ഥയാണുള്ളത്. അവിടെയും നമുക്ക് പൊതുവിദ്യാലയങ്ങളാകണമെന്നും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാകണമെന്നും പറഞ്ഞതിൻ്റെ പേരിലാണ് എന്നതാണ്. കാരണം എന്തറിയോ, ലഹരിയിൽ നിന്ന് മോചനത്തിനുള്ള മാർഗമാണ് സൂംബ ഡാൻസ് എന്ന് പറഞ്ഞത്. ലഹരിക്ക് ഇസ്ലാം ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവരോട് പറയുന്നു, ഒന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പശ്ചാത്താപിച്ചോളി. നിങ്ങൾക്ക് മാറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലഹരിക്ക് അടിമയാണെന്ന് സ്വയം അംഗീകരിക്കുകയും അതിൽ നിന്ന് പുറത്തു വരാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്താപിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത്, അയാൾക്കൊറ്റയ്ക്ക് പറ്റൂല, വേറെ ആളുകളുടെ സഹായങ്ങൾ ആവശ്യമുണ്ടാകും. ഡോക്ടർമാരുടെയും കൗൺസിലർമാരുടെയും സഹായങ്ങൾ ആവശ്യമുണ്ടാകും. നല്ല കൂട്ടുകെട്ടും നല്ല കുടുംബത്തിൻ്റെ സപ്പോർട്ടും വേണ്ടി വരും. ലഹരി വസ്തുക്കളുമായുള്ള സകല ബന്ധങ്ങളും, കൂട്ടുകെട്ടടക്കമുള്ള സകല ബന്ധങ്ങളും ഒഴിവാക്കണമെന്നതാണ്. അതേപോലെ തന്നെ ദിക്റുകളുമായുള്ള നിരന്തരമായ ബന്ധമുണ്ടാകണമെന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും ഒരു ലഹരിയുടേത് മാത്രമല്ല, പകരം ലിബറൽ ചിന്താഗതികൾ വളർത്തുകയാണ്. ആദ്യകാലത്ത് തെറ്റായി കണ്ടതൊന്നും ഇന്ന് തെറ്റായി കാണില്ല. ആൾക്കാർ പറയാൻ ന്യായം എന്താ അറിയോ, ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾക്കാർക്കും വേദനിക്കില്ലെങ്കിൽ എന്താ മുടക്ക്? ഞാൻ കള്ളുടിച്ചു, നമ്മൾ സാധാരണ പറയണ്ടല്ലേ, കള്ളുടിച്ചാൽ ചില ആൾക്കാർക്ക് വയറ്റിൽ കിടക്കും, ചില ആൾക്കാർക്ക് വയറ്റിൽ കിടക്കൂല, വേറെ ലോല വയറ്റുമലാണ് കിടക്കുക. ആളുകളെ പുതിയ നരേഷൻ കൊണ്ടുവന്നു. എന്താണ്? ഞാൻ തെറ്റ് ചെയ്യും, അത് എനിക്ക് ബാധിക്കുള്ളൂ, വേറെ ആരും ബാധിക്കുള്ളൂ, ഈ പ്രശ്നമല്ല. ഞാൻ കള്ള് കുടിച്ചാൽ എൻ്റെ വയറ്റിൽ കിടക്കും, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, നിങ്ങൾക്ക് ആർക്കും ഒരു ഇടങ്ങേറും ഇല്ലല്ലോ എന്നാണ്. ഞാൻ കഞ്ചാവ് വലിക്കും, നിങ്ങൾക്ക് ആർക്കും ഇടങ്ങേറില്ലേ, ഞാൻ അനുഭവിച്ചോളാം, നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട ഇടങ്ങേറ്. എപ്പോഴും തെറ്റാകുള്ളൂ അറിയോ, ഞാൻ കള്ളുടിച്ച് കഞ്ചാവ് പിടിച്ച് രണ്ടാളും അടിക്കുമ്പോഴേ എന്ത് ചെയ്യണുള്ളൂ, അത് പ്രശ്നമാവുന്നുള്ളൂ. ആ എന്തിനറിയാം, തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലിബറലുകളുടെ ചിന്തകളാണ് യഥാർത്ഥത്തിൽ അങ്ങനത്തെയുള്ള ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. തോന്നിയതുപോലെ ജീവിക്കാൻ യൂറോപ്പിലേക്കുള്ള പോക്കാണ്. യൂറോപ്പൊക്കെ എന്താ വെച്ചാൽ തിരിച്ചു വരികയാണ്, ഇതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട്. എന്നാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് വണ്ടി കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചാലോ അത് ഭയങ്കര തീവ്രവാദവും ഭീകരവാദവുമായി ചാപ്പ കുത്തുന്ന അവസ്ഥയാണുള്ളത്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പ്രശ്നം എന്താ നിങ്ങൾക്ക്, ഇതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും ഇങ്ങനത്തെ സംഗതികൾ കൊണ്ട് ഒന്നാമതായിട്ട് ലജ്ജ അല്ലാതെയാകുന്നതാണ്. ലജ്ജ ഉണ്ടാവില്ല. നമ്മൾ പറയലുണ്ട് സാധാരണ അല്ലേ, ഉസുറുമുളിയും കേടെന്ന് പറയും. ഇതാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ വിഷയമായിട്ടുള്ളത്. ഇങ്ങനത്തെ ഡാൻസും പാട്ടൊക്കെ ആരംഭിക്കുമ്പോൾ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാഹു. എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണ്. ഇസ്ലാമിൻ്റെ സ്വഭാവം അത് ലജ്ജയാണ് എന്ന് കാണാൻ പറ്റും. വേറെ ഹദീസിൽ കാണാം, അൽ ഹയാഹു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. വേറെ ഹദീസിൽ ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിന ജമീഅ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിയൽ ആഖറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ലജ്ജ ഈമാനും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് ഉയർന്നാൽ മറ്റേതും ഉയരുമെന്നാണ്.
ലജ്ജയും ഈമാനും ഒരേ ബന്ധമുണ്ട്. ഈമാനില്ലെങ്കിൽ ലജ്ജ ഉണ്ടാവില്ല, ലജ്ജ അല്ലെങ്കിൽ ഈമാനും ഉണ്ടാവില്ല. രണ്ടും ഒരുപോലെ ബന്ധമുള്ളതാണ് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞത്, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമുല്ലാഹ് അൽ ഹിൽമു വൽ ഹയാഹു. നിന്നിൽ ഞാൻ 2 ഗുണങ്ങൾ കാണുന്നു, അതൊന്ന് ലജ്ജയും വിവേകവുമാണ് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഒരാളിൽ ലജ്ജയില്ലാതെയായാൽ മൻ ഖല്ല ഹയാഹു ഖല്ല വറഅഹു വമൻ ഖല്ല വറഅഹു മാത ഖൽബഹു. ലജ്ജ ഒരാളിൽ കുറഞ്ഞാൽ അവനിൽ സൂക്ഷ്മത കുറയും. സൂക്ഷ്മത ആരിൽ കുറയുന്നുവോ അവൻ്റെ ഹൃദയം മരിക്കും. പിന്നെ അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ പറയുന്ന ആൾക്കാർ എന്താ പറയണോ, ഇൻസെസ്റ്റിന് അനുവാദം കൊടുക്കണം എന്നാ പറയണേ. ഇൻസെസ്റ്റ് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു വീട്ടിൽ രക്തബന്ധമുള്ള ആൾക്കാരായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. കേരളത്തിൽ ചില ആളുകൾ പറഞ്ഞു, ഇവിടത്തെ ആരും രാത്രി ചർച്ചകളാക്കിയില്ല. അത് എന്തേ കാരണം? ആർക്കും വേണമെങ്കിൽ ചെയ്യാം. എനിക്കെൻ്റെ ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. ഒറ്റ കണ്ടീഷനുകൾ എന്താ അറിയോ, എൻ്റെ അമ്മക്ക് സമ്മതമാകണം, എനിക്ക് സമ്മതമാകണം. എൻ്റെ മകളെ എനിക്ക് ബന്ധപ്പെടാം, ഒരു പ്രശ്നമില്ല, എൻ്റെ മകൾക്ക് സമ്മതമാകണം. അതിലേക്കാണ് ഈ ജാതി ചിന്തകൾ കൊണ്ടുപോകുന്നത് എന്ന തിരിച്ചറിവുകൾ നമുക്കുണ്ടാവുകയാണ് വേണ്ടത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിമ്മാ അദ്റകൻ നാസ് മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഈ ഫസ്നഅ മാ ശിഇത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയാണ്, പ്രവാചകന്മാരുടെ ആദ്യകാല അധ്യാപനങ്ങളിൽ ഒന്നാണ് നിനക്ക് ലജ്ജയുണ്ടാകണമെന്നുള്ളത്. ലജ്ജയില്ലെങ്കിൽ ഫസ്നഅ മാ ശിഇത, നിനക്കിഷ്ടമുള്ളത് കാട്ടിക്കൂട്ടിക്കോന്ന. ലജ്ജ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയുന്നതാണ് ഇങ്ങനെയുള്ളതൊക്കെ. മഹദിയായ ആയിഷത്ത റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുൻതു അദ്ഖുലു ബൈതി അല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി വഅബി ഫഅളഉ സൗബി. എൻ്റെ റസൂലുള്ള എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹിനെ മറവ് ചെയ്തു, അബൂബക്കറിനെ മറവ് ചെയ്തു. ഞാൻ എൻ്റെ വസ്ത്രം അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാൽ അവസാനം ഉമറിനെ കൂടി അവിടെ മറവ് ചെയ്തപ്പോൾ മരിച്ചവർ കാണുന്നുണ്ടായിട്ടല്ല, ഒരു ലജ്ജയുടെ ഭാഗമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ വസ്ത്രം മറച്ചിട്ടായിരുന്നു റസൂലും അബൂബക്കറും ഉമറും നിൽക്കുന്ന ഖബറിൻ്റെ അടുക്കലേക്ക് പോലും പോയിരുന്നത് എന്നാണ്. അതൊരു ലജ്ജയുടെ ഭാഗമാണ്. ആ ലജ്ജ ഉയർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്താ പറയുക, നിങ്ങൾക്ക് നല്ല മുട്ടിട്ടുള്ള പാട്ടാണ്. മതപരമായി വിശ്വാസിക്ക് യോജിക്കാൻ പറ്റൂല. ചില ആളുകൾ പറയും, ഞാൻ എൻ്റെ ഇയർഫോൺ ഇട്ട് ചെവിയിലിട്ട് കേൾക്കണീന് വേറെ ആർക്കെങ്കിലും മുടക്കുണ്ടോന്നാ. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനന്നാസി മയ്യശ്രീ നഫ്സ വമിനന്നാസി മയ്യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്താണ്. ജനങ്ങളിൽ ചില മനുഷ്യന്മാരുണ്ട്, അവര് പൈസ കൊടുത്ത് ലഹ്വൽ ഹദീസ് വാങ്ങുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ജനങ്ങളെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ, അത് വിനോദമാക്കി എടുക്കുകയാണ്. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ഈ ആയത്തിലെ ലഹ്വുൽ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അൽ ഇനാഉ, സംഗീത ഉപകരണങ്ങളാണ് എന്നതാണ്. വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംഗീത ഉപകരണങ്ങളാണ് എന്നാണ്. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് തന്നെയാണ് സത്യം. അത് സംഗീത ഉപകരണങ്ങൾ തന്നെയാണ്. എൻ്റെ ഈ ഡാൻസിൻ്റെ ഭാഗമായിട്ട് പാട്ടാണ്, നല്ല മുട്ടിലെ പാട്ടുകളാണ് വരുന്നത്. ഇമാം മുജാഹിദ് പറഞ്ഞു, വിനോദമെന്നാൽ ചെണ്ടവാദ്യങ്ങളാണ് എന്ന്. ഇമാം ഹസനുൽ ബസരി പറഞ്ഞു, വാദ്യോപകരണത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ്. ഇതൊക്കെ ഹലാലാക്കുന്ന ഒരു കാലം കൂടി ഖിയാമത്ത് നാളിൻ്റെ അലാമത്താണ്. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാം യസ്തഇല്ലൂനൽ ഹിറ വൽ അരീറ വൽ ഖംറ വൽ മആസിഫ്. റസൂലുള്ളാഹി പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരു കാലം വരാനുണ്ട്, യസ്തഹില്ലൂന, അവർ ഹലാലാക്കും. അതിന് തന്നെ കിട്ടി, ഹലാലല്ല. ഇനി എന്തു വേണം? പറഞ്ഞ് ന്യായീകരിച്ച് എന്ത് ചെയ്യണം? ന്യായീകരിച്ച് ഹലാലാക്കണം. അങ്ങനെ ഹലാലാക്കണ ഒരു കാലം വരും. എന്തൊക്കെയാണ്? പട്ടിനെ ഹലാലാക്കുന്ന ഒരു കാലം വരും. ഹൽ ഹിറ വൽ ഹരീർ വൽ ഖംറ വൽ മആസിഫ്, വ്യഭിചാരവും സംഗീത ഉപകരണങ്ങളും പട്ടും മദ്യപാനവും ഹലാലാക്കുന്ന ഒരു കാലം വരുമെന്നാണ്. ലഹരിക്കെതിരെ എന്ന് പറയുകയും ഒരുപാട് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്യുന്ന വിരോധാഭാസത്തിൻ്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയും നമ്മൾ ന്യായീകരിക്കുന്നു എന്നതാണ് അതിനേക്കാൾ വലിയ സങ്കടകരമായ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗതാനി മൽഊനാൻ, 2 ശബ്ദങ്ങൾ ശപിക്കപ്പെട്ടതാണ്. സൗതു മിസ്മാരിൻ ഇൻദ നിഅമ,
അനുഗ്രഹത്തിൻ്റെ സമയത്ത് നല്ല പാട്ടിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷത്തിൻ്റെ വേളകളിലെ സംഗീത ശബ്ദങ്ങൾ, വസൗതുറാനത്തിൻ ഇൻദൽ മുസീബ, ദുഃഖത്തിൻ്റെ സമയങ്ങളിലുള്ള ആർത്തുകരയലുകളും രണ്ടും ശപിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മതപരമായ ഒരു വിശ്വാസിക്ക് യോജിക്കാൻ പറ്റാത്ത മ്യൂസിക് എന്ന സംവിധാനമുണ്ട്. മൂന്നാമത്തെ കാരണം എന്താ അറിയോ? മൂന്നാമത്തെ കാരണം അതിലെ വസ്ത്രം, പുറത്തേക്ക് വന്ന പാഠ്യപദ്ധതികളിൽ, പാഠപുസ്തകങ്ങളിൽ വന്ന പാഠത്തിൽ വന്ന ഫോട്ടോ പോലും അല്പവസ്ത്രം ധരിക്കുന്നതാണ്. ഇതിന് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ അധ്യാപകർ ഗ്രൂപ്പുകളിൽ ഇട്ടുകൊടുക്കുന്ന അതിൻ്റെ ലിങ്കിൽ പോലുമുള്ളത് അല്പവസ്ത്രം ധരിച്ചതാണ്. ഇതിനു വേണ്ടി പാഠപുസ്തകം നിർമ്മിച്ചപ്പോൾ അതിനുള്ള പേജിൽ കൊടുത്ത ചിത്രങ്ങൾ അല്പവസ്ത്രം ധരിച്ചതാണ്. വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടി കാണേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കിടയ്ക്കിടയ്ക്ക് അപസ്മാരമുണ്ടാകും, അങ്ങനെ ഞാൻ മറിഞ്ഞു വീഴും, എൻ്റെ ഔറത്തൊക്കെ വെളിവാകും, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക നബിയെ, എൻ്റെ അസുഖം ഒന്ന് മാറാൻ. ആ പെണ്ണിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ക്ഷമിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും. ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഞാൻ ക്ഷമിച്ചോളാം, പ്രശ്നമല്ല, പക്ഷെ ഞാനേ മറിഞ്ഞു വീഴുമ്പോൾ എൻ്റെ വസ്ത്രം ഒന്ന് മാറാതെക്കാൻ വേണ്ടി, എൻ്റെ ഔറത്ത് നാട്ടുകാരെ കാണാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കോ. അത് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഔറത്ത് വേറൊരാൾക്ക് വെളിവാക്കി കൊടുക്കരുത് എന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ആളുകളുണ്ട്. മുൻഗാമികളായ ആളുകൾക്കുള്ള വസീയത്തുണ്ട്, ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങളെ മറ്റുള്ളവർക്ക്, അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന്, കഫൻ ചെയ്ത് ഞങ്ങളെ കാണിച്ചു കൊടുക്കരുത് എന്ന വസീയത്ത് പറഞ്ഞ മുൻഗാമികളെ കാണാൻ പറ്റും. അവിടെയാണ് ആ വസ്ത്രത്തിൽ സൂക്ഷ്മതയില്ലാത്ത വസ്ത്രങ്ങൾ അങ്ങനത്തേത് പുറത്തേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു മുസ്ലിമായ മനുഷ്യന് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വലിയ തെറ്റാണെന്നും ഇതിനെതിരെ മാന്യമായി പ്രതികരിക്കുന്നത് പോലും തെറ്റാണെന്നും പറയുന്ന ഒരവസ്ഥ. സുഹൃത്തുക്കളെ, ഒരു മുസ്ലിമിന് പറ്റാത്തതിൽ പറ്റൂല എന്ന് പറയണം. അവന് തക്ബീർ കെട്ടി എന്താ പറയാറ്? വഅന മിൻ അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ്, ഞാൻ കൂട്ടം കൂടിയാണെന്നല്ല പറയുന്നത്, ഞാൻ എല്ലാവരും പോകുന്നതിൻ്റെ കൂടെ പോകുന്നവനാണെന്നല്ല പറയുന്നത്, ഞാൻ അവരിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ്. ഏതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ചില്ലേ, ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ്, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞതിനോട് യോജിപ്പില്ലാത്ത ആളാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ കൂടുന്നവനല്ല, തിന്മകളോട്, അരുതായ്മകളോട് നോ പറയുന്നവനും, നന്മകളുടെ കൂടെ കൂടുന്നവനും, തിന്മകൾ കാണുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനും സാധിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ വിശ്വാസികളിൽ ഉൾപ്പെടാനാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹബിഹി വമൻ വാലാ ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അവരെപ്പോഴും നിലനിൽക്കുക പ്രമാണത്തിൻ്റെ കൂടെയായിരിക്കും. ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമുണ്ട്, പക്ഷേ ബുദ്ധിക്ക് മാത്രമല്ല സ്ഥാനമെന്നുള്ളത്, ചിന്തിക്കാനും ആലോചിക്കാനുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ദുൽഹിജ്ജ 10 ബലിപെരുന്നാൾ ആഘോഷിച്ചവരാണ് ഞാനും നിങ്ങളും. അത് നമ്മുടെയൊക്കെ കലണ്ടറിൽ നിന്ന് ഒരു ദിവസം മാറിയിട്ടാകും എല്ലാവരും അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവുക.
അത് കഴിഞ്ഞ് ഇനിയൊരു മുഹറത്തിലേക്ക് എത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാം ബഅദ റമളാൻ സിയാമു ഷഹറുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം നോമ്പ് ഷഹറുള്ളയായ മുഹറമിൻ്റേതാണ്. ആ മുഹറം 10 ആശൂറായിൻ്റെ നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച ഹദീസുകളിൽ കാണാം, വസിയാമു യൗമി ആശൂറാ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബല. തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ നോമ്പ് ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന കാലത്ത് ആളുകൾ പറഞ്ഞു, അത് മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ട ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കും, ഞങ്ങളും നിങ്ങൾക്ക് ഒരേപോലെ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലൈൻ ബഖൈതു ഇലാ ഖാബിൽ ലഅസൂമന്ന താസിഅ, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ 9 നോൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മുഹറം 9ഉം 10ഉം എന്നാണ് എന്നതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും കാണണോ, അതല്ല ഏതെങ്കിലും 1 or 2 മാസം കാണണോ എന്നതാണ് ചർച്ച. മൂന്ന് മാസം കണ്ടാൽ മതി, ബാക്കി 9 മാസം കണക്കു മതി എന്ന് പറയുമ്പോൾ അവർക്ക് ദുൽഹിജ്ജ 28 ദിവസമാണ് കിട്ടുക. ബലിപെരുന്നാൾ ആഘോഷിച്ചതുമായി ബന്ധപ്പെട്ട് ബാക്കി കലണ്ടറിലേക്ക് നോക്കുമ്പോൾ 28 ദിവസമാണ് കിട്ടുക. അറബിയിൽ 28 ഉണ്ടാവില്ല, 29 30 ആണ് ഉണ്ടാവുക. അപ്പം അടുത്തൊരു പ്രശ്നമുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും 2 ദിവസത്തെ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മളെ നാട്ടിൽ മേഘം മൂടിയ സാഹചര്യത്തിൽ നമുക്ക് 2 മാസങ്ങളിൽ ലഭിക്കുകയും മറ്റു രാജ്യങ്ങളിലൊക്കെ 29 ലഭിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അത് ചിലപ്പോൾ അടുത്തൊരു സമയങ്ങളിൽ വീണ്ടും അത് ഒരുമിച്ചാകുന്ന അവസ്ഥയിലേക്ക് വരാം. ഇവിടെ കാണലാണോ അതല്ല കണക്കാണോ എന്നതാണ്. മുഹറവും അടക്കം എല്ലാ മാസവും കാണലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചോദിക്കും, കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളിയായി നിൽക്കണ കാലത്ത് എന്തിനാ പെടങ്ങേറായി കണ്ട് കാണാൻ നിൽക്കണത്? ഒക്കെ 10, 20, 30 കൊല്ലം അപ്പുറത്തിലെ കണക്കൊണ്ട് നോക്കിയാൽ കിട്ടൂലേ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കാനാണ് വിശ്വാസികളുടെ ബാധ്യത. അല്ലെങ്കിൽ നബി എന്തു പറയണമായിരുന്നു? ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കണ കാലത്ത് ഇപ്പം നമുക്ക് നോക്കലേ മാറുകയുള്ളൂ. ഇനിയൊരു കാലം വരാണ്ട് അന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും അടിപൊളിയായി മാറുന്നൊരു കാലീകരണം. അന്ന് നിങ്ങൾ എന്ത് ചെയ്തോളി, അതൊക്കെ ഉപയോഗിച്ചോളി എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഉപയോഗിക്കായിരുന്നു. കാര്യത്തിനൊന്നും എന്ത് ചെയ്യില്ല, അങ്ങനെ പറയാത്തത് കൊണ്ട് നമുക്കത് സ്വീകരിക്കലേ മാറുകയുള്ളൂ. ഹകം ഇബ്നു അഅ്റജ് പറയാണ്, ഇൻതഹൈതു ഇലാ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു വഹുവ മുതവസ്സിദുൻ റിദാഅഹു ഫീ സംസം. ഞാൻ ഇബ്നു അബ്ബാസിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അഖ്ബിർനി അൻ സൗമി ആശൂറാഇൻ, എന്നാണ് ആശൂറാഇൻ്റെ നോമ്പ് നോൽക്കേണ്ടത് എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇദാ റഅയ്തൽ ഹിലാല മുഹറം, നീ ഹിലാലിനെ, മുഹറമിൻ്റെ ഹിലാലിനെ കണ്ടാൽ. ഇങ്ങനെ പറഞ്ഞില്ല 3 മാസം നോക്കിയാൽ മതി, ബാക്കി നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞില്ല. ഹിലാലെന്ന് പറഞ്ഞാൽ നമ്മളാ തേങ്ങാപ്പൂൾ പോലത്തെ ഇതന്നെയാണ് പറയാം. തേങ്ങാപ്പൂളിൻ്റെ അങ്ങനത്തെ ചന്ദ്രനാണ് എന്ത് പറയാം, ഹിലാല് എന്ന് പറയാം. പെട്ടെന്ന് വരിക തേങ്ങാപ്പൂളും ബിസ്ക്കറ്റാണ് വരിക അല്ലേ, അതിനാണ് എന്ത് ചെയ്യുക, ഹിലാല് എന്ന് പറയാം. അങ്ങനെ കണ്ടാൽ ഫഅദിദ്, നിങ്ങൾ എണ്ണിത്തുടങ്ങിക്കോളി. കണ്ട അന്ന് മുതൽ എണ്ണിക്കോളി, 1, 2, 3, 4, 5 എണ്ണിക്കോളി. അങ്ങനെ വസ്ബഹ യൗമ താസിഅ സ്വാഇമ, 9 എത്തിയാൽ നിങ്ങൾ നോമ്പ് വെച്ചോളി, 10 എത്തിയാൽ നിങ്ങൾ നോമ്പ് വെച്ചോളി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാകദ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു. അപ്പോൾ ഇയാൾക്കൊരു സംശയം, ഹക്കമിന് അഅ്റജിന് സംശയം, ഇങ്ങനെയോ നബി ചെയ്തീനെ, അത് നിങ്ങളെ അഭിപ്രായമാണോ എന്നാണ് ചോദിക്കണേ. ഇബ്നു അബ്ബാസിനോട് ചോദിക്കണം, നിങ്ങളെ അഭിപ്രായമാണോ മുഹറം കാണണം എന്നുള്ളത്, അതല്ല നബിൻ്റെ അഭിപ്രായം അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, നഅം, റസൂലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ഖൈറും ശരിയും എല്ലാ മാസവും കാണുക എന്നതു തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറും തിങ്കളും നോമ്പ് നോൽക്കാം ഒന്നതാണ് എന്നുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുവെങ്കിലും ഏറ്റവും ശരിയോടടുത്തതിനെ സ്വീകരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മുടെ സങ്കുചിത മനോഭാവങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക. നമുക്ക് പ്രതിബദ്ധതയുള്ളത് പ്രമാണങ്ങളോടാണ്. ഏത് വിഷയത്തിലും നമുക്ക് പ്രതിബദ്ധതയുള്ളത് പ്രമാണങ്ങളോടാണ് എന്ന് മാത്രം ആലോചിക്കുക. കാരണം നമ്മൾ ബലിപെരുന്നാൾ കഴിഞ്ഞ് ഇന്നെത്തുമ്പോൾ 28 ദിവസങ്ങൾ മാത്രമാണ് ദുൽഹിജ്ജയിൽ കിട്ടിയത് എന്നുകൂടി ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. നമുക്ക് പ്രതിബദ്ധത ഉണ്ടാവേണ്ടത് ഞാനും നിങ്ങളും ഏതൊരു സംഘടനയിലാണോ ആ സംഘടനയോടല്ല. സംഘടനകളൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള സിസ്റ്റം മാത്രമാണ്. സംഘടന വേണ്ടാന്നൊന്നല്ല, അതൊക്കെ ഒരു സിസ്റ്റങ്ങളാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് പ്രതിബദ്ധത വേണ്ടത് നമ്മളെ വ്യക്തിപരമായ നമ്മളെ താല്പര്യം ഉണ്ടാവണം നമ്മളെ സ്വർഗത്തോടാണ്. ഞാനൊരു സംഘടനയുടെ ഭാരവാഹിയാണ്, നിങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ സംഘടനയൊക്കെ ഉണ്ടാകും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ശരിയോടടുത്തതിൽ നിൽക്കാൻ, ഏറ്റവും ശരിയിലേക്കു മനസ്സുകൊണ്ടാവാനുള്ള ഒരു ധാർമ്മികത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ നല്ല അടിമകളിൽ അവൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിലത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഈമാനും തൗഫീഖും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിലൊക്കെ ദീനിനെ മുറുകെ പിടിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തവഫന മുസ്ലിമീന വൽഹിഖ്ന ബിസ്സാലിഹീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. عباد الله أقيموا الصلاة.